പ്രിയമുള്ളവരെ, വചനജ്വാല 1044 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ 10 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചനവായനയിൽ എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ് ശ്രവിക്കുക. യഹൂദർക്ക് സംരക്ഷണം. അന്ന് അഹസ്വേരോസ് രാജാവ് യഹൂദരുടെ ശത്രുവായ ഹാമാന്റെ ഭവനം എസ്തേർ രാജ്ഞിക്ക് നൽകി. മൊർദെഖായി രാജസന്നിധിയിലെത്തി. അവൻ തനിക്ക് ആരാണെന്ന് എസ്തേർ പറഞ്ഞിരുന്നു. രാജാവ് ഹാമാനിൽ നിന്നെടുത്ത തന്റെ മുദ്രമോതിരം മൊർദെഖായിക്ക് കൊടുത്തു. എസ്തേർ മൊർദെഖായെ ഹാമാന്റെ ഭവനം ഏൽപ്പിച്ചു. എസ്തേർ രാജാവിനോട് വീണ്ടും സംസാരിച്ചു. അവൾ തന്റെ കാൽക്കൽ വീണ് യഹൂദർക്കെതിരെ അഗാഗ് വംശജനായ ഹാമാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായ വിപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് കണ്ണുനീരോടെ അപേക്ഷിച്ചു. രാജാവ് സ്വർണ്ണ ചെങ്കോൽ അവൾക്ക് നേരെ നീട്ടി. എസ്തേർ എഴുന്നേറ്റ് രാജാവിന്റെ മുൻപിൽ നിന്നു. അവൾ പറഞ്ഞു, രാജാവിന് ഇഷ്ടമാണെങ്കിൽ, എന്നോട് പ്രീതിയുണ്ടെങ്കിൽ, ശരിയെന്ന് തോന്നുന്നെങ്കിൽ, അങ്ങേക്ക് ഞാൻ പ്രിയപ്പെട്ടവളാണെങ്കിൽ, രാജാവിന്റെ സകല പ്രവിശ്യകളിലുമുള്ള യഹൂദരെ നശിപ്പിക്കാൻ വേണ്ടി ഹമ്മോദായുടെ മകനും അഗാഗ് വംശജനുമായ ഹാമാൻ ഉണ്ടാക്കിയ എഴുത്തുകൾ പിൻവലിക്കുന്ന ഒരു കൽപ്പന പുറപ്പെടുവിച്ചാലും. എങ്ങനെയാണ് ഞാൻ എന്റെ ജനത്തിന്റെ നാശം കണ്ടിരിക്കുക? ബന്ധുജനങ്ങളുടെ നാശം ഞാൻ എങ്ങനെ സഹിക്കും? അപ്പോൾ അഹസ്വേരോസ് രാജാവ് എസ്തേർ രാജ്ഞിയോടും യഹൂദനായ മൊർദെഖായോടും പറഞ്ഞു, ഇതാ ഹാമാന്റെ ഭവനം ഞാൻ എസ്തേറിന് വിട്ടുകൊടുത്തിരിക്കുന്നു. യഹൂദരെ വധിക്കാൻ ഉദ്യമിച്ചതുകൊണ്ട് അവനെ കഴിവിലേറ്റി. യഹൂദരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ രാജാവിന്റെ നാമത്തിൽ എഴുതുകയും രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്രവെക്കുകയും ചെയ്യുക. രാജനാമത്തിൽ എഴുതപ്പെട്ട് രാജമോതിരത്താൽ മുദ്രവെക്കപ്പെടുന്ന വിളംബരം ആർക്കും ദുർബലപ്പെടുത്താനാവുകയില്ല. അക്കാലത്ത് 3-ാം മാസം സിവാൻ മാസം 23-ാം ദിവസം രാജാവിന്റെ എഴുത്തുകാരെ വിളിച്ചു വരുത്തി ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും ദേശാധിപതികൾക്കും പ്രഭുക്കന്മാർക്കും യഹൂദരെ സംബന്ധിച്ച് മൊർദെഖായി കൽപ്പിച്ചതൊക്കെയും അനുസരിച്ച് ഒരു കൽപ്പന എഴുതി അയച്ചു. ഓരോ പ്രവിശ്യയ്ക്കും അതിന്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിന്റെ ഭാഷയിലുമാണ് അത് എഴുതിയത്. അത് അഹസ്വേരോസ് രാജാവിന്റെ നാമത്തിൽ എഴുതി മുദ്രവെച്ചു. രാജാവിന്റെ ലായത്തിൽ നിന്നും വളർന്നവയും രാജകീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നവയും വേഗതയേറിയുമായ കുതിരകളുടെ പുറത്ത് കയറി ദൂതന്മാർ കത്തുകൾ കൊണ്ടുപോയി. അഹസ്വേരോസ് രാജാവിന്റെ സകല പ്രവിശ്യകളിലും 12-ാം മാസമായ അദാർ 13-ാം ദിവസം ഓരോ നഗരത്തിലും യഹൂദർ ഒരുമിച്ച് കൂടാനും തങ്ങളെ ആക്രമിക്കുന്ന ഏത് പ്രവിശ്യയെയും ജനതയുടെയും ആയുധ സജ്ജമായ ശക്തിയെ ചെറുക്കാനും അവരെ കുട്ടികളും സ്ത്രീകളും അടക്കം നശിപ്പിക്കാനും കൊല്ലാനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കാനും പ്രസ്തുത കത്തുകൾ വഴി രാജാവ് യഹൂദർക്ക് അവകാശം നൽകി. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ വിധവയായ ഒരു അമ്മയും 7 മക്കളെയുമാണ് അനുസ്മരിക്കുന്നത്. റോമായിൽ വിധവയായ ഫെലിച്ചിത്താസ് 7 മക്കളും ജീവിച്ചിരുന്നു. ഭർത്താവിന്റെ മരണശേഷം തന്റെ മക്കളെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവഭക്തിയിലും വളർത്തി.
ഇവരുടെ സന്മാതൃക കണ്ട് പല വിജാതീയരും ക്രിസ്ത്യാനികളായി. ഇത് വിജാതീയ പുരോഹിതരെ പ്രകോപിപ്പിക്കുകയും ഇവരെ വിജാതീയ ദേവന്മാരെ ആരാധിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഇവരെ അറസ്റ്റ് ചെയ്തു. മധുര വാഗ്ദാനങ്ങൾ ഫലിക്കാതായപ്പോൾ എല്ലാവരെയും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും ഇവരാരും സമ്മതിച്ചില്ല. ഓരോരുത്തരെയും മാറി മാറി വിളിച്ചുപദേശിച്ചിട്ടും സമ്മതിക്കാതെ മൂത്ത മകൻ ജാനുവരിയാസിനെ അടിച്ചു കൊന്നു. ഫെലിക്സിനെയും ഫിലിപ്പിനെയും ഗദ കൊണ്ട്, സിൽവാനോസിനെ കുറ്റിനിൽ നിന്ന് തള്ളിയിട്ടു. അലക്സാണ്ടർ, വെറ്റാലിസ്, മർഷാലീസ് എന്നിവരെ തലവെട്ടി. 4 മാസം കഴിഞ്ഞ് അമ്മയുടെയും തലവെട്ടി. ഫെലിച്ചിത്താസിനെയും 7 മക്കളുടെയും മധ്യസ്ഥം യാചിച്ച് ഈ ഒരു നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു.